ഹായ് ഹലോ. അപ്പോൾ ഇന്ന് പയർ വെച്ചിട്ടൊരു എരിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ പയറൊന്ന് സോക്ക് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് പയറെടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് പയർ എടുത്തിട്ടുണ്ട്, എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഈ എരിശ്ശേരിയൊക്കെ നമ്മൾ ഓണസദ്യ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒക്കേഷനിലൊക്കെ ആണല്ലോ മിക്കവാറും ഉണ്ടാക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു അവിയലൊക്കെ ഉണ്ടാക്കുന്നത് ഒന്ന് മാറ്റി പിടിച്ചിട്ട് എരിശ്ശേരിയൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി കറി ആവില്ലേ. അപ്പോൾ എപ്പോഴും ഒന്നും ഉണ്ടാക്കില്ലല്ലോ എല്ലാവരും. അപ്പോൾ എപ്പോഴും ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ് ഈ എരിശ്ശേരി എന്ന് പറയുന്നത്. ആദ്യമൊന്നും നമ്മളൊന്നും വലുതായിട്ട് കഴിക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് വല്ലപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നൊരു കറിയാണ്. അപ്പോൾ ഇനി തേങ്ങ അരപ്പിനുള്ള സാധനങ്ങൾ, തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഈ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില, വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതെടുക്കണം. വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 2-3 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്, ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് ചേർത്ത് കൊടുക്കുമ്പോഴേ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്ന് പരിപ്പാണെങ്കിലും കുഴപ്പമില്ല, ഉഴുന്ന് ഫുള്ളായിട്ടുള്ള ഉഴുന്നാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഉഴുന്ന് പെട്ടെന്ന് മൂക്കുമല്ലോ. അപ്പോൾ 2-3 വഴറ്റി കഴിയുമ്പോഴത്തേക്കും ഉഴുന്ന് നന്നായിട്ട് മൂത്ത് വരും. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇത് ഒരു മുറി തേങ്ങയുണ്ട്, നല്ലതായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്, കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. തേങ്ങ അരപ്പിന് അത്ര വലിയ ടേസ്റ്റ് കാണില്ല, പക്ഷേ തേങ്ങയും കൂടി നമ്മൾ വറുത്തിടുമ്പോഴാണ് കറിക്ക് ഒരു ഭയങ്കര ടേസ്റ്റ് തോന്നുന്നത്. അപ്പോൾ തേങ്ങ നന്നായിട്ട് തന്നെ എടുക്കുക. അരയ്ക്കുന്നതിന് കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല, വറുക്കുന്നതിന് നന്നായിട്ട് തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെയും ഒന്ന് വറുത്തെടുക്കുക. ഇതിൽ വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് എരിവിന് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല. കാരണം മുളക് പൊടി അത്യാവശ്യം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചേർക്കുന്നില്ല. അങ്ങനെ തേങ്ങയും മുളകും കറിവേപ്പിലയും ഉഴുന്നും എല്ലാം കൂടി നന്നായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് വറുത്തെടുക്കണം, എങ്കിലേ ഒരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 വിസിലൊക്കെ അടുപ്പിച്ചപ്പോഴത്തേക്കും പയർ വെന്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് വെന്തം ഉടഞ്ഞു പോകണ്ട, നമുക്ക് മത്തങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അടിക്കാനുള്ളതാണ്. അപ്പം മത്തങ്ങ അധികം വേവുള്ളതല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും മത്തങ്ങയും കൂടി ഇതുപോലെ ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒരു വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിക്കോളും. നല്ല പഴുത്ത മത്തങ്ങ ആയതുകൊണ്ട് ഒരു വിസിലൊക്കെ മതിയാവും. അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ എന്നിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഉണ്ടെങ്കിൽ ഒഴിക്കണം. ഇതിപ്പോൾ ഞാനുള്ളതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാത്തത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം. അപ്പം അങ്ങനെ ഇട്ടിട്ട് ഒരു വിസിലും കൂടി ഒന്ന് അടുപ്പിച്ചെടുക്കുക. അപ്പം രണ്ടും കൂടി നന്നായിട്ടൊന്ന് വെന്തിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വരും. ഒരുപാട് വെള്ളം ഒഴിക്കണില്ല, അത്യാവശ്യം വെള്ളമുണ്ട്, എന്നാലും ഒന്നുകൂടി ഒന്ന് അടിക്കൊന്ന് പിടിക്കാണ്ടാന്ന് വിചാരിച്ചിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് വേവിച്ച് വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് അരപ്പിൻ്റെ ആവശ്യമില്ല, ഒരു പകുതി തേങ്ങയൊക്കെ മതിയാവും. അപ്പം അതൊന്ന് അരച്ചതൊന്നെടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതും കൂടി നോക്കിയിട്ട് ഉപ്പൊക്കെ നോക്കണം. ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്. ഒരുപാട് കുറുക്കി എടുക്കണ്ട, ഡ്രൈ ആക്കി എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒരുപാട് കുറുക്കി എടുക്കണില്ല, ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണുണ്ട്, അത്രയേ ഉള്ളൂ.
അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അരപ്പ്. എന്നിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടുണ്ടല്ലോ അതും കൂടി ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി ഉപ്പൊക്കെ കറക്റ്റിൽ ആക്കി ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മധുരത്തിന് വേണ്ടി, ചെറിയ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ഒരു നുള്ള്, ഒരുപാടൊന്നുമല്ല, ഒരു നുള്ള്. അപ്പോൾ അതും ഒന്ന് തിളച്ചൊന്ന് സെറ്റായിട്ട് ഇനി ആ തേങ്ങാക്കൂട്ട് കൂടി ഒന്ന് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേറെ ഒരു ഒഴിച്ചുകറി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, പക്ഷേ ഇത് മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റാട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് പറയണേ എങ്ങനെയുണ്ടെന്നേ. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയൊരു മധുരവും മത്തങ്ങയുടെ ഒരു മധുരമുണ്ട് കാണുമല്ലോ, അപ്പം അതിൻ്റെ ഒരു ചെറിയ മധുരവും പിന്നെ ഒരു വലിയൊരു ഒന്നും ഇല്ലാത്ത കറിയാണ്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഒരു കറിയാണ്. അപ്പം നമ്മുടെ കറി ലാസ്റ്റിലേക്ക് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീഡിയോ എല്ലാവരും കാണുക, ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്